ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. ഹീബ്രൂസ് 1-10 വരെയുള്ള അധ്യായങ്ങളിൽ ഉപദേശകരമായ വചന സത്യങ്ങൾ വിശദീകരിച്ച ശേഷം 11-ാം അധ്യായത്തിൽ നമ്മെ വിശ്വാസത്തിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്ക് ലേഖകൻ കൊണ്ടുപോവുകയാണ്. ആപ്ലിക്കേഷൻ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഫെയ്ത്ത് അഥവാ വിശ്വാസം എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ കുറിച്ചുകൊണ്ടാണ് ഈ 11-ാം അധ്യായം തുടങ്ങുന്നത്. നമുക്ക് 11-ാം അധ്യായം 1-2 വായിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ 1-ാം വാക്യം ചെറുപ്പം മുതൽ നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരു വാക്യമാണല്ലോ. ഫെയ്ത്ത് ഈസ് കോൺഫിഡൻസ് ഇൻ വാട്ട് വി ഹോപ്പ് ഫോർ ആൻഡ് അഷുറൻസ് അബൌട്ട് വാട്ട് വി ഡു നോട്ട് സീ. വിശ്വാസം ദൈവവചനത്തിൽ ഉറപ്പുള്ള ഒരു അടിസ്ഥാനമാണ്. ജോൺ 20:29 യേശുക്രിസ്തു പറഞ്ഞു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. വിശ്വാസത്താൽ ഭാവി കാര്യങ്ങൾ ദൈവകരങ്ങളിൽ ധൈര്യത്തോടെ ഏൽപ്പിക്കുന്ന ഒരാൾക്ക് അത് വർത്തമാനകാലമായി മാറുന്നു. കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കണ്ടതുപോലെ വിശ്വസിക്കുക, ഇതാണ് വിശ്വാസം. ഉറപ്പ് എന്ന വാക്ക് വിശ്വാസം ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് കുറിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടിയാണ് നമുക്കിത് സാധ്യമായി തീരും. ഹീബ്രൂസ് 11:30-40 ബൈബിൾ സ്റ്റഡി തുടങ്ങാൻ പോവുകയാണ്. ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും കർത്താവെ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. വിശ്വാസവീരന്മാരുടെ പട്ടിക എന്നറിയപ്പെടുന്ന ഹീബ്രൂസ് ചാപ്റ്റർ 11 3-ാം ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാബേൽ, വിശ്വാസത്തിൻ്റെ നടപ്പ് വെളിപ്പെടുത്തിയ ഹാനോക്ക്, വിശ്വാസത്തിൻ്റെ സാക്ഷിയായ നോഹ, വിശ്വാസം മൂലം ഇസ്രയേലിൻ്റെ പിതാവും മാതാവുമായ അബ്രഹാം ആൻഡ് സാറ, വിശ്വാസത്താലുള്ള അനുസരണത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഐസക്ക്, വിശ്വാസത്താൽ അനുഗ്രഹം പ്രാപിച്ച് തൻ്റെ തലമുറയെ അനുഗ്രഹിച്ച യാക്കോബ്, വിശ്വാസത്താൽ എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്നറിയപ്പെടുന്ന ജോസഫ്, വിശ്വാസത്താൽ ഗോഡ്സ് ഫ്രണ്ട് എന്നറിയപ്പെടുന്ന മോസസ് എന്നിവരുടെ സാക്ഷ്യങ്ങൾ നാം ധ്യാനിച്ചു. ചാപ്റ്റർ 11:30. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും യോശുവയുടെ ജീവിതത്തിൽ കൂടി പൂർത്തീകരിക്കുകയാണ്. ഇത് ജോഷുവ 6 നമുക്ക് വായിക്കാം. മോശ യോശുവയെ അനുഗ്രഹിച്ച് ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങൾക്ക് നായകനാക്കി. ഇനി നമ്മൾ 11:31 വായിക്കുന്നു. വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളുടെ കൂടെ നശിക്കാതെ ഇരുന്നു. റാഹാബിനെ അറിയപ്പെടുന്നത് റാഹാബ് ദ ഹാർലറ്റ് എന്നാണ്. അവളുടെ ജീവിതവും പ്രവൃത്തികളും വിശ്വാസവും നന്മയെങ്കിലേക്ക് തിരിഞ്ഞുവെങ്കിലും അവളുടെ ഇരട്ടപ്പേര് അവളെ പിന്തുടർന്നു. രാഹാബിന്റെ പ്രവൃത്തികൾ ജോഷുവയുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടതാണ്. രാഹാബ് ജോഷുവ അയച്ച 2 ഒറ്റുകാരെ വീട്ടിൽ ഒളിച്ച് പാർപ്പിച്ചു. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നതും അമ്മോന്യ രാജാക്കന്മാരെ തോൽപ്പിച്ചതും എല്ലാം ജെറിക്കോ പട്ടണക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ മതിലുകളെ ബലമുള്ളതാക്കി തീർത്തത്. ഇത് ജോഷുവ 2 നമുക്ക് വായിക്കാം. 11-ാം വാക്യത്തിൽ രാഹാബിന്റെ വിശ്വാസം നമുക്ക് കാണാം. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു എന്ന് അവൾ അവരോട് പറയുന്നു. ഈ വിശ്വാസം മൂലമാണ് അവൾ സ്വന്തം ജീവനും തൻ്റെ കുടുംബത്തിൻ്റെ ജീവനും അപകട സാധ്യത മറന്ന് ജോഷുവ അയച്ച 2 ഒറ്റുകാരെ ഒളിപ്പിച്ചതും കിളിവാതിലിൽ കൂടി രക്ഷപ്പെടുത്തിയതും. എരിഹോ രാജാവിൻ്റെ ആളുകളോട് സത്യം മറച്ചു വെച്ചതും അതുകൊണ്ട് മാത്രമാണ്. 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതുമൂലം ജോഷുവ അവളെയും അവളുടെ കുടുംബത്തെയും രക്ഷിക്കുന്നു. അതായത് ഇവിടെയാണ് റാഹാബിന്റെ വിശ്വാസം നമ്മൾ കാണുന്നത്. റാഹാബ് പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ജോഷുവ അവളെയും അവളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ഏറ്റവും മനോഹരമായ ഒരു കാര്യം, യേശുക്രിസ്തു ജനിച്ച വംശാവലിയിൽ രാഹാബും സ്ഥാനം പിടിച്ചു എന്ന സത്യമാണ്. ദാവീദ് രാജാവിന്റെ ഗ്രാൻഡ് ഫാദറായ ബോവാസ്, രൂത്തിന്റെ ഹസ്ബൻഡ്, ഈ രാഹാബിന്റെ മകനാണ്. രാഹാബിന്റെ വിശ്വാസം മൂലം ഇസ്രായേൽ ജനതയുടെ സംരക്ഷയും വിശ്വാസവീരന്മാരുടെ പട്ടികയിലെ സ്ഥാനവും അവൾക്ക് കിട്ടി. പ്രൈസ് ഗോഡ്. ഇനി എന്ത് പറയണ്ടു? നമ്മൾ 11:32 വായിക്കുകയാണ്. ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, യിഫ്താദ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. ഗിദെയോന്റെ കഥ ന്യായാധിപന്മാർ 6-8 നമുക്ക് വായിക്കാം. ഇസ്രായേലിന്റെ 5ാമത്തെ ന്യായാധിപനായ ഗിദെയോൻ മനശ്ശെയുടെ ഗോത്രത്തിലാണ് ജനിച്ചത്. ഗിദെയോന് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി, അല്ലയോ പരിക്രമശാലിയെ, യഹോവ നിന്നോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു. ഭീരുവായ ഗിദെയോൻ വിശ്വാസത്തിന്റെ ഉറപ്പിനായി 3 അടയാളങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു. ദൈവം അവന് അത് കൊടുക്കുന്നു. അവനെ ധൈര്യപ്പെടുത്തി, മനുഷ്യന്റെ ബലഹീനത നാം ഗിദെയോനിൽ കൂടി കാണും. മിദ്യാന്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ച ഗിദെയോന്റെ താഴ്ച നാം കാണുന്നത് അദ്ദേഹം ജയിച്ചു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ അവനെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോഴാണ്. ഗിദെയോൻ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളുടെ രാജാവാകില്ല, എൻ്റെ മകനുമാകില്ല, യഹോവ അത്രേ നിങ്ങളുടെ രാജാവ്. എളിമയും ധൈര്യക്കുറവും ഉള്ള ഗിദെയോനെ ഉയർത്തിയതായിട്ട് നമ്മളിവിടെ വായിക്കുന്നു. തൻ്റെ വിശ്വാസവും അനുസരണവും സമർപ്പണവും മൂലം ഇസ്രായേൽ മക്കൾ 40 വർഷം സമാധാനമായിട്ട് ജീവിക്കുന്നു. ഇതാണ് ഗിദെയോന്റെ വിശ്വാസത്തിന്റെ കഥ. നമുക്കിനി ബാരാക്കിന്റെ കഥയിലേക്ക് പോകാം. ബാരാക്ക് ദബോറ എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായം പാലിക്കുമ്പോൾ കനാന്യ രാജാവായ യാബീന്റെ സേനാധിപതിയായ സിസ്രായോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി യഹോവയുടെ അരുളപ്പാടനുസരിച്ചിട്ട് ബാറാക്കിനോട് ആവശ്യപ്പെടുന്നു. ഈ ബാറാക്ക് ധൈര്യം പോരാത്തത് മൂലം, ദബോറ കൂടി എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യാൻ പുറപ്പെടാം എന്ന് ദബോറയോട് ബാരാക്ക് ആവശ്യപ്പെടുന്നു. ദബോറ സമ്മതിച്ചുവെങ്കിലും യുദ്ധത്തിൽ കിട്ടുന്ന ബഹുമാനം യഹോവ ഒരു സ്ത്രീക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഭീരുവായ ബാറാക്ക് എങ്ങനെയാണ് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എത്തിച്ചേർന്നതെന്ന് നാം ചിന്തിച്ചേക്കാം. ഗിദെയോനെ പോലെ എളിമയും ഭീരുവുമായ ബാരാക്കിന്റെ വിശ്വാസവും അനുസരണവും ദൈവത്തിന്റെ മുമ്പിൽ കൃപ ലഭിച്ചു. അതാണ് അതിന്റെ സത്യം. പ്രൈസ് ഗോഡ്. ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേലിൽ 20 വർഷം ന്യായം പാലിച്ച ശിംശോൻ തൻ്റെ ജഡമോഹം മൂലം ദർശനം നഷ്ടപ്പെട്ടു. താൻ സ്നേഹിച്ച ദലീലയാൽ ചതിക്കപ്പെട്ട് തൻ്റെ 2 കണ്ണുകളും നഷ്ടപ്പെട്ട് ഫെലിസ്ത്യരാൽ നിന്ദിക്കപ്പെട്ടു. ജഡ്ജസ് 16:28 ശംശോൻ അനുതപിച്ച് യഹോവയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് നീ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി തരണമേ. ദൈവം ശിംശോന്റെ പ്രാർത്ഥന കേട്ടു. ക്ഷേത്രം ഇളകി ഫെലിസ്ത്യരുടെ മേൽ വീണു. ശിംശോനും കൂടെ മരണപ്പെട്ടു. ശിംശോന്റെ തെറ്റുകൾ ക്ഷമിച്ച് അവന്റെ വിശ്വാസത്തോടു കൂടിയ അനുതാപ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ട് ഇസ്രായേലിയരെ ഫെലിസ്ത്യരിൽ നിന്നും സംരക്ഷിക്കാൻ ശിംശോനെ ദൈവം ഉപയോഗിച്ചു. വിശ്വാസികളുടെ അധ്യായത്തിൽ ശിംശോനും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇനിയും പറയുന്ന ആള് യിഫ്താദ് എന്ന ഒരു ജഡ്ജാണ്. I am going to read that in English. He was the last judge of Israel. He lived in Gilead and he was the ruler for Israel for 6 years. He made a vow before God without considering the consequences and he suffered for it. We may ask why Iphtad, Gideon and Barak, Samson are in Hebrews list of Hall of Faith. We can understand the rest, but why these people? This teaches us, do not make a biblical character into a role model. They were all human beings. The only real hero is Jesus Christ. ദൈവമാണ് മനുഷ്യരുടെ ഹൃദയം കാണുന്നത്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റത്തില്ല. ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഇവരെ എണ്ണപ്പെട്ടു എന്നുള്ളതാണ് സത്യം.
1 ശമൂവേൽ 16 ശമൂവേൽ ദാവീദിനെ രാജാവാക്കി അഭിഷേകം ചെയ്തു. ആ സമയത്ത് യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. കിങ് ഡേവിഡ് ഈസ് നോൺ ആസ് ദ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. യഹോവയ്ക്ക് വേണ്ടി 73 സാംസ് എഴുതി. ആ സങ്കീർത്തനങ്ങൾ മൂലം ദൈവമക്കൾക്ക് ഇപ്പോഴും ധൈര്യവും സമാധാനവും വിശ്വാസവും പകർന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. തൻ്റെ മാതാവിൻ്റെ സമർപ്പണ മൂലം ജീവിതം യഹോവയ്ക്കായി സമർപ്പിച്ച ശമൂവേൽ പ്രവാചകന്റെ ജീവിതം അത് വിശ്വാസത്തിന്റെ ഒരു പൂർണ്ണത തന്നെയാണ്. നമുക്ക് 11:33 വായിക്കാം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു. സിംഹങ്ങളുടെ വാ അടച്ചത് ദാനിയേലിനെ സൂചിപ്പിക്കുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടപ്പോൾ തന്റെ വിശ്വാസം മൂലം ദൈവം സിംഹങ്ങളുടെ വായ അടച്ചു. 10:34 നമുക്ക് വായിക്കാം. തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. തീയുടെ ബലം കെടുത്തുപോയത് ശദ്രക്ക്, മേശക്ക്, അബേദ്ഗനോ എന്ന ദൈവപുരുഷന്മാരുടെ വിശ്വാസത്തെ കാണിക്കുന്നതാണ്. 11:35 നമുക്ക് വായിക്കാം. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. ഏലിശ പ്രവാചകൻ ശൂന്യക്കാരിയായ സ്ത്രീയുടെ മകനെ ഉയർപ്പിച്ചതാണ് 2 Kings 4:18-32 നമുക്ക് വായിക്കാം. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെ ഏലിശ പ്രവാചകനും സെഫോറാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. 1 Kings 17 നമുക്കത് വായിക്കാം. അതായിരിക്കും ഇത് മെൻഷൻ ചെയ്തതെന്ന് നമുക്ക് അനുമാനിക്കാം. 11:36 വായിക്കാം. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് എന്നിവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാളുകളുടെയും കോലാടുകളുടെയും തോൾ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയിലെ പിളർപ്പുകളിലും ഒഴിഞ്ഞു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. യേശയ്യ പ്രവാചകനെ ഈർച്ചവാളാൽ അറുത്തുകൊന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിന് മുഴുവൻ നമുക്ക് പ്രൂഫ് ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇടയാളുകളുടെയും കോലാടുകളുടെയും തോൾ ധരിച്ചത് ഏലിയ പ്രവാചകൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽ വാറ് കെട്ടിയ ഒരാളായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. യെരമ്യ പ്രവാചകനെ ആമത്തിലിട്ടു അടിച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. സക്രിയ പുരോഹിതനെ കല്ലെറിഞ്ഞു കൊന്നു എന്ന ദിനവൃത്താന്തത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെ അനുഭവങ്ങൾ ഈ എഴുത്തുകാരന് നല്ലതുപോലെ പരിചയമുള്ള ആളാണ്. നമുക്കത് മുഴുവനും വെളിപ്പെടുത്തിയിട്ടുള്ള ചില ആളുകളുടെ അനുഭവം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 11:39 അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. This chapter 11 is ending with 2 stunning climax verses. This is really wow. This is amazing. But this climax will be complete only in the first 2 verses of chapter 12. ആദ്യത്തെ 10 ചാപ്റ്റേഴ്സിൽ യേശുക്രിസ്തുവിൽ കൂടിയുള്ള ശ്രേഷ്ഠതയേറിയ പുതിയ നിയമം ദ ന്യൂ കവനന്റ് നമ്മെ മനസ്സിലാക്കിയ ശേഷം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ പഠിപ്പിച്ച ശേഷം പഴയ നിയമകാലത്തെ വിശ്വാസവീരന്മാരുടെ സാക്ഷ്യത്തെ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഈ ഇതിഹാസ ലെജൻഡറി ആയിട്ടുള്ള വിശ്വാസവീരന്മാർ പലരും വിശ്വാസം പ്രാവർത്തികമായി അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചു എന്ന് നമ്മൾ അറിഞ്ഞു. എന്നാൽ മറ്റു ചില വിശ്വാസവീരന്മാർ അവരുടെ വിശ്വാസം കാക്കുവാനായി കഷ്ടത അനുഭവിക്കേണ്ടി വന്നു എന്ന് നാം കാണുന്നു. 39-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഇവർ എല്ലാവരും വിശ്വാസത്തിൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ദൈവം ഇന്നും തൻ്റെ ജനത്തെ തൻ്റെ മഹത്വത്തിനായി വിളിച്ച് വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അവരെ ഉയർപ്പിക്കുകയും തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യും. ഈ വാഗ്ദത്തം നിവൃത്തിയാകുകയും ചെയ്യും. ഇത് നമുക്ക് 1 Thessalonians 4:16-17 നമുക്ക് വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ചേരും. ഈ വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയ ചില സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ വളരെ പ്രയാസമുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം എപ്പോഴും അവന് അനുകൂലമായി വരികയില്ല. എന്നാൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നേരിടുവാനുള്ള കൃപയും ദൈവം നമുക്ക് തരും. ഇത് റോമൻസ് 8:28 നാം വായിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടതയും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ദൈവം നിറയ്ക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസത്തോടുകൂടെ ധന്യമായൊരു ജീവിതം നയിക്കുവാൻ ഈ വിശ്വാസവീരന്മാരുടെ ജീവിത സാക്ഷ്യങ്ങൾ നമുക്ക് മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹീബ്രൂസ് 11 ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.